ഇപ്പോൾ ചീമേനി വിവേകാനന്ദ സ്കൂളിന് മുന്നിൽ കാസർഗോഡ് പാത കഴുകിയതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഇപ്പോൾ വിവരങ്ങളുമായി സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, കുട്ടികളുടെ കാൽ കഴുകിച്ച സംഭവത്തിലുള്ള പ്രതിഷേധം കേരളത്തിൽ ആകമാനം അലയടിക്കുകയാണ്. ഈ വാർത്ത പുറത്തെത്തിച്ചത് കൈരളി ന്യൂസാണ്. സിജു കണ്ണൻ കൊണ്ടുവന്ന വാർത്ത അത് ഈ വിവേകാനന്ദ സ്കൂളിൻ്റെതായിരുന്നു. അവിടെയാണ് ഇപ്പോൾ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടേത് അല്ലേ? അജിംഷാദ്, ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിന് മുന്നിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഇങ്ങോളമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും ആദ്യം പുറത്തു വന്നത് കാസർഗോഡ് സരസ്വതി വിദ്യാമന്ദിരത്തിൽ നിന്നുള്ളതാണ്. അധ്യാപകരുടെ കാൽ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ച് സൂചിക്കുന്ന രീതിയിലുള്ള പ്രാകൃതമായ രീതിയിലുള്ള ഒരു ചടങ്ങ് ഈ RSSന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധമാണ് കാണുന്നത്. പ്രാകൃതമായ രീതിയിലുള്ള അപരിഷ്കൃതമായ രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കുന്നില്ല. മതനിരപേക്ഷ സമൂഹം ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ CPIM-ഉം SFI-യും DYFI-യും ബാലസംഘവും എല്ലാം തന്നെ ശക്തമായ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഭാഗമായി ചീമേനിയിൽ നടക്കുന്ന ജനജാഗ്രതാ സദസ്സിന്റെ ഭാഗമായാണ് DYFI-യുടെ മാർച്ച്. ഇപ്പോൾ ചീമേനിയിലെ വിവേകാനന്ദ വിദ്യാമന്ദിരത്തിന് മുന്നിലേക്ക് ഈ പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. പോലീസ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിൽ DYFI-യുടെ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും സിജു കണ്ണൻ, അതായത് പല വിധത്തിലും സംഘപരിവാർവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലൂടെ കടത്താനുള്ള RSS ശ്രമമാണ്. അത്തരത്തിൽ ഉള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പാദപൂജയെ അടക്കം കാണേണ്ടത്. അതായത് കാൽ കഴുകി കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ റിട്ടയറായതടക്കമുള്ള അധ്യാപകരുടെ എന്തിന് BJP നേതാക്കളുള്ള കാൽ പോലും കുട്ടികളെ കൊണ്ട് കഴിയിക്കുന്ന നടപടി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. വലിയ പ്രതിഷേധമായിരുന്നു. DYFI SFI-യും തെരുവീഥികളിൽ സമരം നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായുള്ള സമരമാണ് ഇപ്പോൾ നമ്മൾ ചീമേനിയിൽ നിന്നും കാണുന്നത്. ഈ വാർത്ത പുറത്തെത്തിച്ചത് ആദ്യം കൈരളി ന്യൂസാണ്. സിജു കണ്ണനാണ്. അതും കാസർഗോഡ് നിന്ന് തന്നെയുള്ള മറ്റൊരു സ്കൂളിലേത്, സരസ്വതി വിദ്യാലയത്തിലേത്. ഇപ്പോൾ ചീമേനി വിവേകാനന്ദ കാസർഗോഡ് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിക്കുന്ന വാർത്ത ആദ്യം നൽകിയത് കൈരളി ന്യൂസാണ്. RSS നിയന്ത്രണത്തിലുള്ള ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബന്ദഡ്കയിലെ സരസ്വതി വിദ്യാലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ട് ഒരു കേരളമാകെ ഞെട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അതിന് പിന്നാലെ ഉണ്ടായത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് RSS നിയന്ത്രണത്തിലുള്ള മുഴുവൻ പ്രാകൃതമായ ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലായത്. കണ്ണൂരിൽ നിന്നും പാലക്കാട് സമാനമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബന്ദഡ്ക കട്ടച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ 30 അധ്യാപകരുടെ വിരമിച്ച അധ്യാപകരുടെ ഉൾപ്പെടെ കാലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകി സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ വന്ന വാർത്ത ചീമേനി വിവേകാനന്ദ സ്കൂളിൽ നിന്നുള്ള സമാനമായ ദൃശ്യങ്ങളാണ്. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കാല് കഴുകി പാദപൂജ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. തൃക്കരിപ്പൂർ ചക്രപാണി വിവേകാനന്ദ മന്ദിരത്തിലും സമാനമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുമ്പോൾ അതിനാകെ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് RSSന്റെ നിയന്ത്രണത്തിലുള്ള
സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള മാനസികമായ അതോടൊപ്പം തന്നെ അപരിഷ്കൃതമായ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് തീർച്ചയായും ആ ഡിവൈഎഫ്ഐ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ആ പ്രതിഷേധങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഭാഗമായി ചീമേനി വിവേകാനന്ദ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ഇവിടുത്തെ അധ്യാപകരുടെ കാല് കഴിച്ചത് വലിയ പ്രതിഷേധമാണ് നാടെമ്പാടും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിനകത്തെ സാധാരണക്കാരായ ആ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ അവരുടെ ആത്മാഭിമാനം ഹനിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഈ വിദ്യാലയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം എന്ന നിലയിലാണ് ഈ മാനവ ജാഗ്രത എന്ന പേരിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ചീമേനിയിലെ വിവേകാനന്ദ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിച്ച RSSന്റെ നടപടിക്കെതിരായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ ഇവിടെ മുഴക്കുന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ സ്കൂളുകളിൽ സംഘപരിവാർവൽക്കരണത്തിൻ്റെ ഭാഗമായ നടപടികൾ ചെയ്യിക്കുന്നത് അപരിഷ്കൃതമായ രീതിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ ചീമേനി വിവേകാനന്ദ സ്കൂളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണമാണ് നാം കണ്ടത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.